Hello, welcome to Red Short Talks. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളുടെ വ്യാപാര പദ്ധതിയും തന്ത്രപരമായ വിശകലനവും എന്ന ആ രേഖ ഒന്ന് വിശദമായി നോക്കാൻ പോവുകയാണ്. അതെ, പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ വിശകലനം വെച്ചിട്ട് നിലവിലെ മാർക്കറ്റ് ട്രെൻഡ്, പിന്നെ പ്രധാനപ്പെട്ട ലെവലുകൾ, നാളത്തേക്ക് സാധ്യതയുള്ള ട്രേഡിംഗ് തന്ത്രങ്ങൾ ഒക്കെ മനസ്സിലാക്കുക എന്നതാണ്, അല്ലേ? ശരിയാണ്. നമ്മൾ കൂടുതലും RSI, പ്രൈസ് ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ് ഇത് നോക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ വിശകലനം നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. മാർക്കറ്റിന്റെ ഒരു മൊത്തത്തിലുള്ള ഒഴുക്ക് അതിപ്പോ താഴോട്ടാണ്. അതെ അതെ. അപ്പൊ താൽക്കാലികമായി വില കയറുമ്പോ അതിൽ വിൽക്കാനുള്ള അവസരം നോക്കുക. അതാണല്ലോ പ്രധാന തന്ത്രം. അതായത് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ കിട്ടുന്നത് വരെ. കറക്റ്റ്. ആ വലിയ ചിത്രം, അതായത് ഡെയിലി ചാർട്ട്, വൺ ഡേ ചാർട്ട് നോക്കിയാൽ അത് ശരിവെക്കും. ജൂലൈയിലെ ആ ഹൈ ഇല്ലേ, അതിനുശേഷം വില താഴോട്ട് വരുന്ന ഒരു കറക്ഷൻ ഫേസിലാണ് നമ്മള്. സെല്ലേഴ്സ് ആണ് ഇപ്പോഴും കൺട്രോളില്. ഡെയിലി RSI ആണെങ്കിൽ ഏകദേശം 40ന്റെ അടുത്താണ്, 39.6. ഓക്കെ. അത് ബെയറിഷ് മൊമെന്റം കാണിക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഓവർ സോൾഡ് അല്ല. ശരിയാണ്. എന്നുവെച്ചാൽ ഒരു സ്ട്രോങ് തിരിച്ചുവരവിന് മുമ്പ് ഇനിയും കുറച്ചും കൂടി താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാനില് സെൽ ദ റിപ്സ് എന്ന സ്ട്രാറ്റജിക്ക് പ്രാധാന്യം കൊടുത്തത്. ശരി ശരി. അപ്പൊ ഈ ഡെയിലി ചാർട്ടിലെ ബെയറിഷ് കാഴ്ചപ്പാടിനെ മറ്റേ ഷോർട്ടർ ടൈം ഫ്രെയിം, 1 മണിക്കൂർ ചാർട്ട്, അതും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. 1 മണിക്കൂർ ചാർട്ട് നോക്കിയാലും ഇതേ കഥ തന്നെയാണ്. അവിടെ ഒരു വ്യക്തമായ ഡൗൺ ചാനൽ കാണാം. അതായത് ലോവർ ഹൈസ്, ലോവർ ലോസ്. വില പുതിയ താഴ്ചകൾ ഉണ്ടാക്കുന്നു, പക്ഷെ പഴയ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. സെല്ലിംഗ് പ്രഷർ കൺഫേം ചെയ്യുന്നുണ്ട്. 1 അവർ RSI ആണെങ്കിൽ അതും 50ന് താഴെയാണ്, ഏതാണ്ട് 46.7. ന്യൂട്രൽ ടു ബെയറിഷ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങളുടെ പ്ലാനിൽ പറയുന്ന ചില സാധ്യതകൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും സാധ്യതയുള്ള ഒരു സിനാരിയോ എടുക്കാം. മാർക്കറ്റ് ഏകദേശം 24,413നും 24,600നും ഇടയിൽ തുറന്നാല് നമ്മുടെ ഒരു പ്രധാന ഫോക്കസ് എങ്ങോട്ടായിരിക്കണം? സൈഡ് വേസ് അല്ലെങ്കിൽ താഴോട്ട്, അങ്ങനെയല്ലേ? അതെ, പ്രധാനമായിട്ടും ഷോർട്ട് ചെയ്യാനുള്ള അവസരങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് പറയാം. വില ഏകദേശം 24,560 തൊട്ട് 24,600 വരെയുള്ള ആ ഒരു സപ്ലൈ സോൺ. അതായത് മുൻപ് സെല്ലേഴ്സ് വന്ന ഏരിയ. അതെ, അവിടെ തട്ടിയിട്ട് താഴേക്ക് വരുന്നുണ്ടോന്ന് നോക്കുക. ഒരു റിജക്ഷൻ, അതിനൊരു കൺഫർമേഷൻ വേണല്ലോ. വേണം. ഒരു 15 മിനിറ്റ് ചാർട്ടിൽ അവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് പാറ്റേണോ വരിക, കൂടെ RSIക്ക് 50 കടക്കാൻ പറ്റാതെ നിൽക്കുക. അങ്ങനെ വന്നാൽ ഏകദേശം 24,560നും 590നും ഇടയിൽ ഷോർട്ട് എൻട്രി നോക്കാം. സ്റ്റോപ്പ് ലോസ് ആ സോണിന് തൊട്ടുമുകളിൽ വയ്ക്കണം. 24,610 അല്ലെങ്കിൽ 620 ഒക്കെ. ടാർഗറ്റുകളോ? ടാർഗറ്റുകൾ താഴെയുള്ള സപ്പോർട്ടുകളാണ്. ആദ്യം 24,520. അത് ബ്രേക്ക് ചെയ്താൽ 24,480 അല്ലെങ്കിൽ 450, പിന്നെ ചിലപ്പം 24,430 വരെയും പോകാം. ശരി. വേറൊരു ഷോർട്ട് സാധ്യതയും പറയുന്നുണ്ടല്ലോ, 24,430 ബ്രേക്ക് ചെയ്താൽ. അതും ഒരു സാധ്യതയാണ്. 24,430 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഉടനെ ചാടി ഷോർട്ട് ചെയ്യരുത്. വില തിരിച്ച ലെവലിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ, അതായത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഷോർട്ട് ചെയ്യാം. അപ്പൊ ആ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയി മാറും. ഓക്കെ. ഇതെല്ലാം ഷോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. എന്നാൽ ട്രെൻഡിനെതിരെ, അതായത് ലോങ് പോകാൻ വല്ല സാധ്യതയും? അതിന് പക്ഷെ ഭയങ്കര സ്ട്രോങ് കൺഫർമേഷൻ വേണം, അല്ലേ? തീർച്ചയായും. ട്രെൻഡ് താഴോട്ടാണ്, അപ്പോൾ ലോങ് പോകണമെങ്കിൽ നല്ല ഉറപ്പ് വേണം. ഒരു ഉദാഹരണം പറയാം. ഒരു ബുള്ളിഷ് ഡൈവേർജൻസ്. അതെങ്ങനെ? അതായത് വില 24,430, 24,450 എന്ന ഡിമാൻഡ് സോണിൽ സപ്പോർട്ട് എടുക്കുന്നു. വില ഒരു പുതിയ ലോ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പഴയ ലോയുടെ അടുത്തെത്തുകയോ ചെയ്യുമ്പോൾ RSI പക്ഷേ അതിനനുസരിച്ച് താഴോട്ട് പോകാതെ ഒരു ഹയർ ലോ കാണിക്കുക. മനസ്സിലായി. വില താഴോട്ട്, പക്ഷെ RSI മുകളിലോട്ട്. അതെ, ഇത് താൽക്കാലികമായി ട്രെൻഡ് മുകളിലേക്ക് തിരിയാം എന്നൊരു സൂചനയാണ്. പക്ഷെ ഓർക്കണം, മെയിൻ ട്രെൻഡ് താഴോട്ടാണ്. അതുകൊണ്ട് അങ്ങനത്തെ ട്രേഡിൽ കയറിയാൽ പെട്ടെന്ന് ലാഭം ബുക്ക് ചെയ്യാൻ നോക്കണം. ടാർഗറ്റ്സ്
ഒരു 24,500 പിന്നെ 24,560 നോക്കാം. വേറൊരു ലോങ് സാധ്യത 24,600 എന്ന ആ പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ വില ക്ലോസ് ചെയ്ത് അവിടെ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ അതും പരിഗണിക്കാം. ഓക്കെ, ഇതൊക്കെ ഒരു നോർമൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഒക്കെ വന്നാലുള്ള കാര്യം. ഇനി വലിയ ഗ്യാപ്പ്, അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നാലോ, അങ്ങനെയുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പ്ലാനിൽ പറയുന്നുണ്ടോ? ഉണ്ട്, അതും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പിൽ ഏകദേശം 24,680, 24,700 റേഞ്ചിൽ തുറന്നു എന്ന് വെക്കുക. ശരി. ഉടനെ ചാടിക്കയറി ട്രേഡ് ചെയ്യരുത്. ആദ്യത്തെ ഒരു 15-30 മിനിറ്റ് നോക്കുക. വില അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ താഴോട്ട് 24,600ലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്കൊരു ഫേഡ് ഷോട്ട് നോക്കാം. ഓക്കെ. എന്നാൽ ആ ഉയർന്ന ലെവലിൽ തന്നെ വില സ്റ്റേബിൾ ആവുകയാണെങ്കിൽ പിന്നെ മുകളിലേക്ക് നോക്കാം. ഒരു 24,740, 24,780 ഒക്കെ ലക്ഷ്യം വെച്ച് ലോങ് പോകാനും സാധ്യതയുണ്ട്. ഇനി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലോ, ഒരു 24,380 താഴെ തുറന്നാലോ? അപ്പോഴും ഉടനെ ഷോർട്ട് ചെയ്യരുത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. വില തിരിച്ച് 24,380, 24,400 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് തരുമ്പോൾ അവിടെ സെല്ല് ചെയ്യാനുള്ള അവസരം നോക്കുന്നതാണ് നല്ലത്. ഈ അപ്രതീക്ഷിത ഓപ്പണിങ്ങുകളെ എങ്ങനെ നേരിടണം എന്നുള്ള വ്യക്തമായ ഗൈഡൻസ് ഈ പ്ലാനിലുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ശരിയാണ്. പിന്നെ പ്രൈസ് ആക്ഷന്റെ കൂടെ RSI ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സിമ്പിളായി പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. RSI 50 താഴെയാണെങ്കിൽ വില മുകളിലോട്ട് വരുമ്പോൾ, അതായത് റാലി വരുമ്പോൾ വിൽക്കാൻ നോക്കുക. സെൽ ഓൺ റാലി എന്ന് പറയും. പിന്നെ പ്രധാനപ്പെട്ട സപ്പോർട്ട്, റെസിസ്റ്റൻസ് സോണുകളിൽ ഡൈവേർജൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ ബുള്ളിഷ് ഡൈവേർജൻസ് പോലെ ബേറിഷ് ഡൈവേർജൻസും വരാം. അതായത് വില ഹൈ ഉണ്ടാക്കുമ്പോ RSI ലോവർ ഹൈ ഉണ്ടാക്കുന്നത്. അതെ. അതുപോലെ വില ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ RSI പുതിയ ഹൈ ഉണ്ടാക്കാൻ ഫെയിൽ ആവുന്നു. അങ്ങനെയൊക്കെ വന്നാൽ അതിനെതിരെ ട്രേഡ് ചെയ്യാം, ഫെയ്ഡ് ചെയ്യാം എന്ന് പറയും. ഓക്കെ. അപ്പോ ഈ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് വളരെ പ്രധാനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. അതാണ് ഏറ്റവും പ്രധാനം. ഓരോ ട്രേഡിലും നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഒരു ചെറിയ ശതമാനം മാത്രം, ഒരു 0.5% തൊട്ട് 1% വരെ മാക്സിമം റിസ്ക് എടുക്കുക. ശരി. സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ആ സോണിന്റെ അപ്പുറം വെക്കുക. കൃത്യം റൗണ്ട് നമ്പറിൽ വെക്കരുത്. ആദ്യത്തെ ടാർഗറ്റ് എത്തുമ്പോൾ കുറച്ച് ലാഭം ബുക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എൻട്രി പോയിന്റിലേക്ക് മാറ്റുക. ബ്രേക്ക് ഈവൻ ആക്കുക. ഇതൊക്കെ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള നല്ല സമയങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ. രാവിലെ 9:20 തൊട്ട് 10:15 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:15 തൊട്ട് 3:10 വരെയും. അതെ, മാർക്കറ്റ് കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്ന സമയങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ വിശകലനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം ഇതാണ്: നിലവിൽ സെല്ലേഴ്സിനാണ് മുൻതൂക്കം. അതുകൊണ്ട് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് വില ഉയരുമ്പോൾ വിൽക്കാനുള്ള അവസരങ്ങളാണ്. അതെ. ലോങ് പോകണമെങ്കിൽ വളരെ വ്യക്തവും ശക്തവുമായ സിഗ്നലുകൾ വേണം. എല്ലാ ട്രേഡുകളും കൃത്യമായ റിസ്ക് മാനേജ്മെന്റോടെ ചെയ്യണം. പ്രധാന ലെവലുകൾ ഒന്നുകൂടി ഓർക്കാം. റെസിസ്റ്റൻസ് തുടങ്ങുന്നത് ഏകദേശം 24,560, 24,600 റേഞ്ചിലാണ്. സപ്പോർട്ടാണെങ്കിൽ 24,430, 24,450 റേഞ്ചിലും. കറക്റ്റ്. ഈ വിശകലനം മുഴുവൻ ഊന്നൽ നൽകുന്നത് ആ വിൽപ്പനക്കാരുടെ നിയന്ത്രണത്തിനാണ്. ലോങ് എടുക്കണമെങ്കിൽ സ്ട്രോങ് കൺഫർമേഷൻ വേണമെന്ന് ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. തീർച്ചയായും. നാളത്തെ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ വോളിയം, ഇതിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഈ താഴോട്ടുള്ള പ്രഷർ കുറഞ്ഞു തുടങ്ങുന്നതിന്റെ അല്ലെങ്കിൽ ദുർബലമാകുന്നതിന്റെ വളരെ സൂക്ഷ്മമായ ചില ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷെ പ്രധാന ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നതിനു മുൻപേ. ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. അപ്പോ വ്യക്തമായ ട്രിഗറുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനോടൊപ്പം അത്തരം ചെറിയ സൂചനകൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷേ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു നിരീക്ഷണത്തിന് സഹായിച്ചേക്കില്ലേ? ശരിയാണ്. വളരെ നല്ലൊരു പോയിന്റ്. അപ്പോ ഈ വിവരങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കാൻ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.